ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നാട്ടിൽ വന്നിട്ട് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് അവസാനം പോവാണ്. അപ്പം രാവിലെ തന്നെ പള്ളിയിൽ പോയി. ഇപ്പോൾ പള്ളി കഥയൊക്കെ അടച്ചു. പള്ളിയോടും യാത്രയൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഇറങ്ങുവാണ്. നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ വന്നോണ്ടാണെന്നറിയില്ല, പെരുമഴയായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ വീട്ടിലെത്തി. ഇപ്പോൾ കാല് കാണിക്കാൻ ആശുപത്രിയിൽ പോകണം. എൻ്റെ കാല് പഴുക്കുന്നുണ്ടായിരുന്നു. കാല് കുത്താനൊക്കെ പറ്റും, അതുകൊണ്ട് അവിടം വരെ വണ്ടി ഓടിച്ച് ഞാനാണ്. അങ്ങനെ അവിടെ പോയി ഡ്രസ്സ് ചെയ്യിച്ചു. പോരുന്ന വഴിക്ക് മുടിയൊക്കെ വെട്ടിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പം ഒരു മാസം അവിടെ നിൽക്കേണ്ടതല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞ് ആൻറ്റീനെ ഒന്ന് കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റീനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ നേരെ സ്കൂട്ടർ എടുത്ത് പോയി. ഇപ്പോൾ ആൻറ്റീനെ കൊണ്ടുവിട്ട് നല്ല തിരിച്ചു വരുവാണ്. നല്ല മഴക്കാറുണ്ട്, പെട്ടെന്ന് പോവാണ്. അങ്ങനെ ഫോണിൻ്റെ ഒരു കവർ മേടിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്. പെരുമഴ. ഞാൻ പെട്രോൾ പമ്പിനവിടെ പെട്ടുപോയി. അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നു കേട്ടോ. മഴ കുറയുമെന്ന് വിചാരിച്ചു, പക്ഷെ കുറഞ്ഞില്ല. അങ്ങനെ താഴെ പോയി മഴ നനഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു മഴക്കോട്ട് മേടിച്ചുകൊണ്ട് വന്ന്. മഴക്കോട്ടിനൊക്കെ 100 രൂപ ആയുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചു കേട്ടോ. എൻ്റെ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലെത്തി. ഈ മഴയത്ത് വണ്ടി ഓടിക്കുന്നതൊക്കെ സമ്മതിക്കണം കേട്ടോ. മുഖത്തേക്ക് കുപ്പിച്ചില് കയറുന്ന പോലത്തെ വേദനയാണ്. പോരാത്തിന് ഹെൽമെറ്റിൻ്റെ ക്യാപ്പും ഇല്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പെരുമഴ. ഉച്ചയായതുകൊണ്ട് ചായ ഒന്നും കുടിക്കാൻ പോയില്ല. നല്ല മഴയൊക്കെ കണ്ട് ചക്കവറുത്തതും കഴിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകും കേട്ടോ, കണ്ണൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ന് 10:15 ട്രെയിൻ കേട്ടോ. അതുകൊണ്ട് വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു. ട്രെയിനിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ പതുക്കെയാണ് പോയത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ട്രെയിനിൻ്റെ എപ്പോഴാണ് വരുന്നതൊക്കെ ഈ ടി വിയിൽ കാണും. അങ്ങനെ നമ്മൾ നേരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഇവിടെ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മാത്രം ടിക്കറ്റ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ടിക്കറ്റും എൻ്റെ ഫ്രണ്ട്സാണ് നോക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എൻ്റെ 3 ഫ്രണ്ട്സിനെയും കണ്ടുമുട്ടി കേട്ടോ. ഇനി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 4 ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. അതുകൊണ്ട് അവർ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു കേട്ടോ. ട്രെയിൻ ഡിലേ എന്ന് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ചുമ്മാ നടന്നു. അങ്ങനെ 10:30 വരേണ്ട ട്രെയിൻ 11 മണിക്കാണ് വന്നത് കേട്ടോ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇപ്പോൾ കയറാൻ പോവാണ്, ഓടി കയറാൻ പോവാണ്. നല്ല സൂചി കുത്താൻ ഇടയില്ലായിരുന്നു. സീറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. സ്ലീപ്പറൊക്കെ കയറി ഉറങ്ങി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൂചി കുത്താൻ പോലും ഇടയില്ലായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം കുത്തിപ്പിടിച്ച് നിന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു വഴിയില്ലാതെ ഞാൻ നിലത്തിരുന്നു കേട്ടോ. ഒരു 3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അകത്തൊക്കെ ചാടി കയറി ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ജസ്റ്റ് ഒരു ഉറക്കം പാസ്സാക്കാൻ പോവാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ രാവിലെ പോലും ആയില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ നിന്നും ഇരുന്നും കടന്നും ഞങ്ങൾ നേരം വിളിപ്പിച്ചു. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളവർ ഇനിയും കടക്കാൻ പോവാണ്, കാരണം അവർ ഒന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പം അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങാം. അങ്ങനെ ഫൈനലി രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും കണ്ണൂരെത്തി കേട്ടോ. ഇതാണല്ലോ ഞങ്ങൾ വന്ന ട്രെയിൻ. അങ്ങനെ അവിടെ എത്തി. ഒരു ചായ കൂടെ മേടിച്ച് കുടിച്ചു. ആ ഉറക്കക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോവുക കേട്ടോ. കുറച്ച് ദൂരം ബസ്സിന് പോയിട്ട് അവിടെ ഞങ്ങളുടെ ഫോണ്ടൊക്കെ എത്താറായപ്പോഴും ഒന്ന് നിർത്തിയിട്ടു. അങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡിയോ കണ്ട്. ഞങ്ങളിവിടെ കണ്ണൂർ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം നടന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. ഇപ്പോൾ ഹോസ്റ്റലിൽ കയറി. ഇപ്പോൾ ഫാനൊക്കെ കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്. ഞങ്ങൾ വന്ന് കയറിയപ്പോഴേക്കും 8:15 അങ്ങനെ 9 മണിയാകുമ്പോൾ ക്ലാസ്സിൽ കയറണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നേരെ പോയിട്ടോ. അപ്പം വൈകുന്നേരം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്